മോദി പറഞ്ഞതെല്ലാം കള്ളം. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ട്രംപിനെ പിണക്കാൻ മോദിക്ക് താല്പര്യമില്ലത്രേ. പറഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതാവിന്റെ വിമർശനത്തെ കുറിച്ചാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തുന്നതിലുള്ള രോഷം ഗുഡ് ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചില്ലെന്നാണ് ജയറാം രമേശ് ആരോപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മോദി യുഎസിൽ നിന്ന് തിരിച്ചെത്തിയത്. യുഎസിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ചതിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരാമർശിച്ചാണ് കോൺഗ്രസ് വക്താവ് ജയറാം രമേശിന്റെ ഈ ആരോപണം. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി ഒരു യുഎസ് സൈനിക വിമാനം ശനിയാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങി. നാടുകടത്തപ്പെട്ടവരിൽ യാത്രക്കിടെ തങ്ങൾ ചങ്ങലയിലാണെന്നും സിഖ് യുവാക്കൾ തലപ്പാവ് ധരിച്ചിട്ടില്ലെന്നും പറയുന്നു. ഫെബ്രുവരി 5-ന് 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയിരുന്നു. ഇവരിൽ 33 പേർ ഹരിയാനയിൽ നിന്നും 30 പേർ പഞ്ചാബിൽ നിന്നുമാണ്. അമൃത്സർ വിമാനത്താവളത്തിൽ നാടുകടത്തപ്പെട്ടവരെ വഹിച്ചുള്ള യുഎസ് വിമാനങ്ങൾ ഇറക്കിയ സംഭവത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നു. ഞങ്ങളുടെ വിശുദ്ധ നഗരത്തെ നാടുകടത്തൽ കേന്ദ്രമാക്കരുതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള മൂന്നാമത്തെ അമേരിക്കൻ സൈനിക വിമാനം കഴിഞ്ഞ ദിവസം എത്തി. അനധികൃതമായി രാജ്യത്ത് താമസിച്ചതിന് അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട 112 ഇന്ത്യക്കാരുമായി യുഎസ് വിമാനം അമൃത്സറിലാണ് ലാൻഡ് ചെയ്തത്. ശനിയാഴ്ചയും ഒരു വിമാനം എത്തിയിരുന്നു. 10 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലെത്തുന്ന മൂന്നാമത്തെ വിമാനമാണിത്. യുഎസ് എയർഫോഴ്സിന്റെ C-70 ഗ്ലോബ് മാസ്റ്റർ വിമാനം രാത്രി 10:03 അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. ആകെ നാടുകടത്തപ്പെട്ടവരിൽ 31 പേർ പഞ്ചാബിൽ നിന്നും 44 പേർ ഹരിയാനയിൽ നിന്നും 33 പേർ ഗുജറാത്തിൽ നിന്നും 2 ആളുകൾ ഉത്തർപ്രദേശിൽ നിന്നും ഹിമാചലിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഓരോരുത്തർ വീതവുമാണ്. ഇവരിൽ ചിലരുടെ കുടുംബാംഗങ്ങൾ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്തി. ഇമിഗ്രേഷൻ വെരിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തപ്പെട്ടവരെ അവരുടെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും. നാടുകടത്തപ്പെട്ടവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി ഒരു യുഎസ് സൈനിക വിമാനം ശനിയാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരുന്നു. ആദ്യ വിമാനത്തിൽ എത്തിയ ആളുകളെ ചങ്ങല കൊണ്ട് കൈകാലുകൾ ബന്ധിപ്പിച്ചതുപോലെ രണ്ടാമത്തെ വിമാനത്തിൽ എത്തിയവരെയും ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരുന്നുവെന്നാണ് വിവരം. നാടുകടത്തിയവരെ കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുവന്നതിന് പിന്നാലെ വൻ പ്രതിഷേധം തന്നെയാണ് ഉയർന്നത്. ഈ സംഭവത്തിൽ ഇന്ത്യയുടെ രോഷം പ്രധാനമന്ത്രി ഗുഡ് ഫ്രണ്ടിനെ അറിയിച്ചില്ലെന്നാണ് കോൺഗ്രസ് വിമർശിച്ചത്.